ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത്. അൺബോക്സിംഗ് വീഡിയോ അല്ല, യൂസർ റിവ്യൂ ആണ്. ഞാൻ ആ ബ്ലൂടൂത്ത് സ്പീക്കർ വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു വർഷത്തിൽ മുകളിലോട്ടായി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട്, അതുപോലെ തന്നെ അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. വലിയ ലോങ് ആയിട്ട് പോകത്തില്ല, ചെറിയൊരു വീഡിയോ തന്നെയാണ്. പറ്റുന്നവർ വീഡിയോ ഫുള്ളായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ആളൊന്നും എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോ ഉടനെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും നമ്മൾ യൂട്യൂബിൽ ഇടാത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഈ ഇൻസ്റ്റാഗ്രാം പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ സ്പീക്കറിന്റെ വിശേഷങ്ങളിലോട്ട് പോയിട്ട് വരാം. ഫ്രണ്ട്സ്, നമ്മുടെ സ്പീക്കർ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഗോസ് അറൗണ്ട് 220 എന്ന് പറയുന്ന ഒരു മോഡലാണ് നമ്മുടെ ഈ കയ്യിൽ ഇരിക്കുന്നത്. സംഭവം എന്തുകൊണ്ടും നല്ല അടിപൊളി സ്പീക്കറാണ്. ഫ്രണ്ട്സ്, നമ്മുടെ ഈ സ്പീക്കർ എന്ന് പറയുന്നത് നല്ല നീളമൊന്നുമില്ല, അതുപോലെ തന്നെ നല്ല വീതിയുമില്ല. ഏകദേശം നമ്മുടെ വീട്ടിൽ കുറച്ച് സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വെക്കാൻ പറ്റുന്ന സ്പീക്കറാണ് ഈ സ്പീക്കർ എന്ന് പറയുന്നത്. ഞാൻ മേടിച്ചിട്ട് ഒരു വർഷത്തിന് മുകളിലോട്ടായി. ഇതുവരെ ഒരു കംപ്ലൈൻറ്റും ഇല്ല, ഇതുവരെ ഒരു കുഴപ്പവും ഇല്ല. പക്ഷേ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട്. അത് വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇടയ്ക്ക് വേണം അതിന് ആ കംപ്ലൈൻറ്റ് പറയുന്നത്. ഇതിൻ്റെ ഓരോ ഫീച്ചർ പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ കംപ്ലൈൻറ്റ് എന്നും കൂടെ ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമ്മുടെ സ്പീക്കർ എന്ന് പറയുന്നത് ഇതാണ്, ഗോവോ സറൗണ്ട് എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ലോഗോ വരും, ഗോവോ എന്ന് പറയുന്ന ആ കമ്പനിയുടെ ലോഗോ. അതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗം നോക്കുവാണെങ്കിൽ ഇവിടെ രണ്ട് സൈഡിലായിട്ട് ഒരു റൗണ്ട് കാണും. വീഡിയോ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടെന്നാണ് വിശ്വാസം. 2 റൗണ്ട് കാണും. ഈ റൗണ്ട് ലൈറ്റും കത്തും. അതിനോടൊപ്പം തന്നെ ബാസ് ഉണ്ടല്ലോ, ഇപ്പോൾ ഒരു പാട്ടിൽ ഇടിയൊക്കെ വരുമ്പോൾ ഇതുവഴിയാണ് അതിൻ്റെ ബാസ് കേൾക്കുന്നത്. എന്തുകൊണ്ടും നല്ല ക്വാളിറ്റി സൗണ്ട് തന്നെയാണ് നമുക്ക് ഈ ചെറിയ സ്പീക്കർ തരുന്നത്. നല്ല ക്വാളിറ്റി സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലാസ്റ്റ് വീഡിയോ അവസാനിക്കാറാകുമ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി ഞാൻ കാണിച്ചു തരാം പാട്ടിട്ട്. എന്തുകൊണ്ടും നല്ല അടിപൊളി കിടുക്കാച്ചി സാധനമാണ് ഈ സ്പീക്കർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വെറൈറ്റി ലൈറ്റുകളുണ്ട്, ഓരോ മോഡുണ്ട്, 3-4 മോഡുണ്ട് ഇതിൽ. എന്ന് വെച്ചാൽ സ്റ്റക്കായി നിൽക്കുന്ന ലൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഓടി കത്തുന്ന ലൈറ്റ് ഉണ്ട്, കുറച്ച് കഴിഞ്ഞ് മാറി മാറി കത്തുന്ന ലൈറ്റ് ഉണ്ട്. പല പല രീതിയിലുള്ള ലൈറ്റ് ഇതിൽ അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗം വരുമ്പോൾ ഇത് വരുന്നത് നമ്മൾ ഓരോ പാട്ട് ഇടുമ്പോഴും അതുപോലെ തന്നെ അത് ഓഫ് ചെയ്യാനുള്ളത് ഓൺ ചെയ്യാനുള്ള ബട്ടണാണ്. അതുപോലെ തന്നെ ഇവിടെ പ്ലസ് മൈനസ് ഉണ്ട്, അത് നമ്മുടെ വോളിയം കൂട്ടാനും ചെയ്യാം. അതുപോലെ തന്നെ നെക്സ്റ്റ് പാട്ട് വേറെ മാറ്റണമെങ്കിലും ഈ പ്ലസ് ബട്ടണിൽ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് മാറുന്നതാണ്. അതിൻ്റെ എല്ലാ ഓപ്ഷനും ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇവിടെ ഒരു ബ്രൈറ്റ്നസിൻ്റെ ഓപ്ഷനും അതുപോലെ തന്നെ എമ്മും കൊടുത്തിട്ടുണ്ട്. അത് വന്നത് ഓരോ മോഡ് ചേഞ്ച് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈറ്റ് ഓരോ മോഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ പാട്ടിടുമ്പോൾ USB ഉണ്ട്, ആക്സ് ഉണ്ട്, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ഉണ്ട്. ഇതിൻ്റെ 3 ഓപ്ഷനും മാറി മാറി ഉപയോഗിക്കാനുള്ളതാണ് ഈ എം എന്ന് കൊടുത്തിരിക്കുന്ന മോഡാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പുറകു വശം വരുമ്പോൾ കുറച്ച് ഹോളുകൾ കാണാൻ കഴിയും. അതിൽ ആദ്യം വരുന്നത് ഓഫ് ഓൺ ആണ്. അത് കഴിഞ്ഞ് വരുന്നത് ആക്സ് കൊടുക്കാനാണ്. അത് കഴിഞ്ഞ് വരുന്നത് USB കൊടുക്കാൻ വേണ്ടിയാണ്. പിന്നെ ഒരു ഓപ്ഷൻ വന്നിട്ടുള്ളത് TF എന്ന് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഉപയോഗിച്ചിട്ടില്ല, നിങ്ങൾ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ഇടുക. അതിനുശേഷം വരുന്നത് ടൈപ്പ് C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇത് ചാർജ് ചെയ്ത് ഉപയോഗിക്കാനുള്ള സംഭവമാണ്. അപ്പോൾ ചാർജ് ചെയ്യേണ്ട ഒരു കേബിളും നമ്മുടെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ചാർജ് ചെയ്യാനുള്ള കേബിളും കൂടെ നമുക്ക് വാങ്ങിക്കുന്ന ബോക്സിലുണ്ട്. അതുപോലെ തന്നെ ആക്സ് കേബിളും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ മൊബൈലിലെ ടൈപ്പ് C ചാർജ് ആണെങ്കിലും നമുക്ക് ഇതിൽ ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ഇതൊക്കെയാണ് ഈ സ്പീക്കറിൽ വരുന്ന മെയിൻ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്ന ഓരോ ബട്ടൺസും അതുപോലെ തന്നെ അതിൻ്റെ ഓരോ ഫെസിലിറ്റീസും വരുന്നത്. നമുക്ക് എന്തായാലും ഈ സ്പീക്കർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യുമ്പോൾ ഒരു സൗണ്ടും കേൾക്കും, അതുപോലെ തന്നെ ഇതിന്റെ തൊട്ട് മുകളിലായിട്ട് ലൈറ്റ് കത്തും കേട്ടോ. പക്ഷേ നമ്മൾ അങ്ങനെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലൊന്ന് പാട്ടിട്ട് കേൾപ്പിച്ച് തരാവേ. കേൾക്കാമല്ലോ. അങ്ങനെ നമ്മൾ ഒരു പാട്ടിട്ട് കേൾപ്പിച്ച് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വേറൊരു പാട്ടും കൂടെ കേൾപ്പിച്ച് തരാവേ. എല്ലാവരും കേൾക്കും. കാത്തിരിപ്പിന്റെ ഒരു പേരില്ല.
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ പാട്ട്. നമ്മൾ ആക്സ് കേബിൾ കണ്ടില്ല, അതുപോലെ തന്നെ പെൻഡ്രൈവ് കംപ്ലൈൻ്റ് ആയിപ്പോയി. സംഭവം ലാസ്റ്റ് സമയപ്പോഴേ അറിഞ്ഞ്. അപ്പോൾ ഇതിൽ ആക്സ് കൊടുക്കാം, ഇതിൽ പെൻഡ്രൈവ് കൊടുക്കാം. ഇപ്പോൾ ടൈപ്പ് സി ചാർജ് റീചാർജ് ചെയ്യാനുള്ളതാണ്, നമുക്ക് ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടത്. അപ്പോൾ ആക്സിൽ കൊടുത്താലും USB കൊടുത്താലും ബ്ലൂടൂത്ത് കണക്ട് ചെയ്താലും സംഭവം ക്വാളിറ്റി ഒക്കെ ഇത്രയേ ഉള്ളൂ. ക്വാളിറ്റി സംഭവം പക്കാ ക്വാളിറ്റിയാണ്. നമുക്ക് ഒരു റൂമിലത്തേക്ക് പറ്റിയ സംഭവമാണ്, കിടുക്കാച്ചി സാധനമാണ് ഫ്രണ്ട്സ്. ഇതാണ് കേട്ടോ ഫസ്റ്റ് നമുക്ക് കത്തുന്ന ലൈറ്റിൻ്റെ മോഡൽ എന്ന് പറയുന്നത്. നമുക്ക് മോഡ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം, കണ്ടോ. അത് കഴിഞ്ഞ് ഓരോ ലൈറ്റായിട്ട് കത്തും. റെഡ്, ബ്ലൂ, അത് കഴിഞ്ഞ് ഒരുമാതിരി യെല്ലോ ഷെയ്ഡ്, അത് കഴിഞ്ഞ് വയലറ്റ്, അത് കഴിഞ്ഞ് ബ്ലൂ. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ ഫ്രണ്ട്സ്? അങ്ങനെ എന്തുകൊണ്ടും നല്ലൊരു സ്പീക്കർ തന്നെയാണ് ഈ കാണുന്ന ഗോവോ ഗോസ് അമൗണ്ട് Q20 എന്ന് പറയുന്നത്. എന്തുകൊണ്ടും പിന്നെ ഞാൻ പറഞ്ഞ എന്താണ് നെഗറ്റീവ് പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് വാങ്ങിച്ച സമയത്ത് ചാർജിൽ ഇട്ടിട്ട് ഒരുപാട് സമയം നമുക്ക് എന്താണ് ഓഡിയോ കേൾക്കാൻ പറ്റുമായിരുന്നു, ഒരുപാട് സമയം പ്ലേ ആയിട്ട് നിൽക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ വന്നിട്ട് കുറച്ച് സമയം മാത്രമേ നിൽക്കത്തുള്ളൂ. ഇപ്പോൾ ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ 2 മണിക്കൂർ നിൽക്കുമെങ്കിൽ ഇപ്പോൾ 1.5 മണിക്കൂർ നിൽക്കത്തുള്ളൂ. കുറച്ച് ചാർജിൻ്റെ എന്തോ ഒരു സംഭവം കുറഞ്ഞിട്ടുണ്ട്. ബാക്കി ഒന്നും പറയാൻ മോശമല്ല, സാധനം പക്ക ക്വാളിറ്റിയാണ്. ആർക്ക് വേണോ വാങ്ങിക്കാം. ഞാൻ ഒരു സമയം പോയി ചോദിച്ചപ്പോൾ വില 1200 ആയിരുന്നു. പക്ഷെ ഞാൻ വാങ്ങിയ സമയത്ത് 1000 രൂപ ആയിട്ടുള്ളൂ, എന്ന് വെച്ചാൽ 1 വർഷം മുമ്പ്. ഇപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഗോവോ ഗോസ് അമൗണ്ട് Q20 എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഉപയോഗിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങളും ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും അടുത്ത നല്ല നല്ല വിശേഷങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. അപ്പോൾ അങ്ങനെ നമ്മുടെ 2025 നാളത്തോടെ അവസാനിക്കുകയാണ്. 2026 ഇതേപോലെ നല്ല വിശേഷങ്ങളായിട്ട് വരാമെന്ന പ്രതീക്ഷയോടെ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.